നിന്നിലലിയ. രചന ആഷ്ലി. അവതരണം സാലിം കരുള. ഗുഡ് മോർണിംഗ് പപ്പ. ജോഗിങ് കഴിഞ്ഞ് വന്ന് സോഫയിലേക്ക് ഇരുന്ന് ആൽഫി പറഞ്ഞതും അടുത്തിരുന്ന എബ്രഹാം അവനെ അതിശയത്തോടെ നോക്കി. വീട്ടിലുള്ളപ്പോഴാണെങ്കിൽ പോലും പൊതുവെ സംസാരം കുറവാണ് ആൽഫി. പക്ഷേ കുറച്ച് ദിവസമായി അവൻ്റെ മുഖത്ത് എല്ലാവർക്കുമായി ഒരു പുഞ്ചിരിയും. വെരി വെരി ഗുഡ് മോർണിംഗ് ഡാ. അല്ല, നീ ഇന്ന് വല്ലാതെ ഓടിയോ? നന്നായിട്ട് കിതക്കുന്നുണ്ടല്ലോ. വായിച്ചു കൊണ്ടിരുന്ന ന്യൂസ് പേപ്പർ മടക്കി വെച്ച ഒരു ചിരിയോട് എബ്രഹാം ചോദിച്ചു. ഏയ്, ഈ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായി, സോ കുറച്ച് ഫാസ്റ്റായതൊന്ന് ഓടി, പിന്നെ സ്ഥിരം റൂട്ടൊന്ന് മാറ്റി പിടിച്ചു, അവൻ പറഞ്ഞു. ദാ മിസ്റ്റർ ആൽഫ്രഡ് ഡേവിഡ് എബ്രഹാമിൻ്റെ ഫേവറേറ്റ് ബ്ലാക്ക് കോഫി. അങ്ങോട്ട് വന്ന് ആനു ഒരു കപ്പ് കോഫി ആൽഫിക്ക് നേരെ നീട്ടി പറഞ്ഞതും ആൽഫി അവിടെ നിന്ന് കൂർപ്പിച്ച് നോക്കി. അതിന് മറുപടി എന്നോണം നല്ല വൃത്തിയായിട്ട് അവനെ നിലിച്ച് കാണിച്ചു. ശേ, ഇതെന്നതാ ഇത്രയും കയ്പ്? ഇങ്ങനെയാണോടി കോഫി ഉണ്ടാക്കുന്നത്? കോഫി ഒന്ന് സ്ലിപ്പ് ചെയ്തെടുത്തതും അത് അതേപടി പുറത്തേക്കൊന്ന് തുപ്പി ആൽഫി അലറി. അതിന് ഞാനല്ല കോഫി ഉണ്ടാക്കിയേ, എനിക്ക് കിച്ചൺ അലർജിയാണെന്നും ഞാൻ അങ്ങോട്ടേക്ക് കയറില്ലെന്നും ചേട്ടായിക്ക് അറിയാവുന്നതല്ലേ. ഇത് എപ്പോഴത്തെയും പോലെ തന്നെ മേരി ചേർത്തിട്ട കോഫിയാ, ആനു പറഞ്ഞു. അവിടെ കിച്ചണിൽ നിൽക്കുന്ന ജോലിക്കാരാണ് മേരി. അല്ല, ഇതിന് കുറച്ച് കയ്പുണ്ട്, അതാ ഞാൻ പറഞ്ഞേ. ആൽഫി കിടന്ന് തല കുളിച്ചൊന്ന് തപ്പി പറഞ്ഞു. ഇന്നലെ ചേട്ടായിക്ക് കോഫിയിൽ മധുരം പോരായിരുന്നു, അതിന് മുമ്പത്തെ ദിവസം കടുപ്പം കുറഞ്ഞു, ഇപ്പം തന്നെ കയ്പെന്ന് വന്നു. അതെന്നാ, കോഫിയോടുള്ള ഇഷ്ടം പോയോ? ആനവൻ്റെ അടുത്ത് വന്നിരുന്ന് ചോദിച്ചതും മാൽവി തൻ്റെ കയ്യിലെ കോഫി കപ്പിലേക്ക് നോക്കി. അവൻ്റെ ഉള്ളിലേക്ക് വീട് മുഖം തെളിഞ്ഞു വന്നു. കോഫിയോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ അത് അവളിട്ട് തരുന്ന കോഫി ആകണമെന്ന്. അതിന് മാത്രം ഇന്നോളം തന്നെ നാവ് കണ്ടില്ലാത്ത ഒരു പ്രത്യേക രുചിയാണ്. അതോ ആ രുചി അവളിട്ട് തരുമ്പോൾ താനും തോന്നുന്നതാണ്. അവളുടെ സാമീപ്യത്തിൽ അത്രത്തോളം ഒരു പോസിറ്റീവ് എനർജി ലഭിക്കാറുണ്ട്. അധികമൊന്നും മിണ്ടാറില്ല, എന്തായാലും ചോദിച്ചാൽ മുക്കിയും മൂളിയും മറുപടി നൽകും. പക്ഷേ തൻ്റെ മുറിവിട്ട് പോയാൽ അനുവും കൃഷ്ണകുമാറൊക്കെ വലിയ വായിൽ വർത്താനം പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. പെണ്ണിനെ പറ്റി അത്രയും ഓർത്തതും ആൽഫിയുടെ ചുണ്ടിൽ ഒരു ഇളം ചിരി സ്ഥാനം പിടിച്ചു. മുഖത്തെ ചിരിമായ തന്നെ കയ്യിലിരുന്ന കോഫിയിൽ നിന്നും തലപൊക്കി നോക്കിയപ്പോഴാണ് കൈ രണ്ടും മാറോട് ചേർത്ത് കെട്ടി നിൽക്കുന്ന ശിവയെ ആൽഫി കാണുന്നത്. അവനൊന്ന് ഞെട്ടി. ആൽഫി പെട്ടെന്ന് അപ്പുറവും ഇപ്പുറവും നോക്കി. പാപ്പയുടെയും അനുവിൻ്റെയും കണ്ണുകളും അവനിൽ തന്നെയാണ്. ആ, നീ തന്നെ എത്ര രാവിലെ വന്നേ? പെട്ടെന്നുള്ള പതർച്ച മറിച്ച് മുഖത്ത് ചിരി മാറ്റി അവൻ ഇത്തിരി ഗൗരവത്തോടെ ചോദിച്ചു. നീ തന്നെയല്ലേ ഇന്നലെ എന്നോട് നാളെ രാവിലെ സൈറ്റ് വരെ പോകണം, അതുകൊണ്ട് നീ നേരത്തെ വന്നേക്കണമെന്ന് പറഞ്ഞ് എന്നെ ചട്ടം കെടിയത് അത് മുമ്പ് മറന്നുപോയോ? ഒരാക്കിയ ചിരിയോടെ ശിവ അവനോട് ചോദിച്ചു. മാറുന്നൊന്നും പോയിട്ടില്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 15 മിനിറ്റ്സ്, ഞാനിപ്പോൾ റെഡിയായി വരാം. ഇരുന്നേടത്തും എഴുന്നേറ്റ് ചാടിത്തുള്ളി ആൽഫി മുകളിലേക്ക് പോയതും ശിവ അത് നോക്കിയൊന്ന് ചിരിച്ചു. സ്റ്റെയർ കയറുമ്പോൾ മുഖത്ത് ഗൗരവമായിരുന്നുവെങ്കിലും മുകളിലേക്ക് നടക്കുന്ന കൂടുതൽ ആൽഫിയിൽ വീണ്ടും ചിരി വരുന്നുണ്ടായിരുന്നു. ആൽഫിയുടെ പോക്ക് നോക്കിയിരുന്ന എബ്രഹാം ശിവയെ നോക്കി പിരികം പോക്കി എന്താടാ ഇതൊക്കെ എന്ന് ചോദിച്ചു. അതിന് ശിവായൊന്ന് കണ്ണു ചിമ്മി ചിരിച്ചു കാണിച്ചു. ചേടാ, ഈ ചേട്ടായിക്ക് തന്നെ പറ്റിയേ? സ്റ്റിച്ചിന് പോലെയാണല്ലോ ചിരിയും ദേഷ്യവും പറഞ്ഞേ. ഇത് എന്നതാവും പറ്റിയേ? അനു മുകളിലേക്ക് പോയ ആൽഫിയെ നോക്കി പറഞ്ഞു. നിന്റെ ആങ്ങളൊക്കെ എന്നാ പറ്റിയെന്ന് ഏകദേശം ഐഡിയ ഇരിക്കണ്ടേ? വരട്ടെ, ഇതെവിടെ വരെ പോകും നോക്കാം. ശിവ അവൾക്ക് അരികെ നിന്ന് പറഞ്ഞു. എന്തുവാ ശിവേട്ടാ അത്? എന്നോട് കൂടി പറയാവോ? അനുവിനാകാംക്ഷയെ വിടർന്ന കണ്ണുകളോട് അവൾ ശിവയോട് തിരക്കി. അയ്യടി, എന്താ ഉത്സാഹം പെണ്ണിന്? പോയി ഓഫീസിൽ പോകാൻ ഒരുങ്ങടി, ഇല്ലേ ഇതിന് ആങ്ങേക്കാൾ കാലത്ത് എനിക്കാണെന്ന് മോൾ ഇപ്പം അറിയും. ശിവമുഖം വീർപ്പിച്ചതും അവനെ നോക്കി കോക്രി കാട്ടി അവളുടെ മുറിയിലേക്ക് പോയി. പോകുമ്പാടി അവനും തിരിഞ്ഞു നോക്കി ചുണ്ടു കൂട്ടി കാണിക്കുകയും ചെയ്തു. കാന്താരി, അവളുടെ കട്ടായം കണ്ട് ശിവൻ പതുക്കെ പറഞ്ഞു. എൻ്റെ നീ ആരെ പിടിക്കാനടി ഇങ്ങനെ പാഞ്ഞോടുന്നേ? ഒന്ന് പതുക്കെ വാ, പേടിക്കണ്ട, നിന്റെ കാലിമസാർ വരെ എത്തിയിട്ടില്ല. ലിഫ്റ്റ് ഇറങ്ങി ഓടി വരുന്ന നീയെ നോക്കി കിച്ച് ചോദിച്ചതും നീ അവൻ്റെ അരികെ വന്നൊന്ന് ആഞ്ഞു ശ്വാസം. ആവൂ എൻ്റെ കിച്ച, ആൽവിസാർ എത്തിയെന്ന് നോക്കി ഞാൻ 100 കൊളുത്തി ഓടുമായിരുന്നു. അല്ല, ഇങ്ങ് വരേണ്ട സമയമായല്ലോ, ഇതെന്ത് ലേറ്റ് ആവുന്നേ? അറിയില്ല, ശിവസാർ എത്തിയിട്ടുണ്ട്. സാറിനോട് ഞാൻ തിരക്കിയപ്പോൾ ആൽവിസാർ ആരോ മീറ്റ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞു. ഓ, അല്ല, ആനെവിടെ? നീ ഒന്ന് ചുറ്റും കണ്ണോടിച്ച് ചോദിച്ചു. അവൾക്ക് നല്ലൊരു പണി ശിവസാറ് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ആർക്കെ ഗ്രൂപ്പ്സിലുമായിട്ട് നടന്ന ഡീൽസിന്റെ ഫുൾ ഫയൽസ് എടുക്കാൻ ഏൽപ്പിച്ചു അവിടെ. അതുകൊണ്ട് ഇന്നവളെ നോക്കണ്ട.
കീച്ചു പറഞ്ഞത് നീ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് ആൽഫി എത്തിയത്. അവനെ കണ്ടത് നീ ഉൾപ്പെടെ എല്ലാ സ്റ്റാഫും സൈലൻ്റായി. ഫോണിൽ തന്നെ നോക്കി വന്ന ആൽഫി ആരെയും നോക്കാതെ തൻ്റെ ക്യാബിനിലേക്ക് കയറിയതും നീയെ കയ്യിലിരുന്ന ബാഗും മറ്റും അവളുടെ സീറ്റിലേക്ക് വെച്ച് നേരെ കഫ്റ്റേരിയയിലേക്ക് ഓടി. സാർ. കോഫിയുമായി ക്യാബിനിലേക്ക് കയറിയ നീയെ ബാൽക്കണിയിൽ നിൽക്കുന്ന ആൽഫിയെ വിളിച്ചു. അവനൊന്നും തിരിഞ്ഞ് അവൾ നീട്ടിയ കോഫി വാങ്ങി കുടിച്ചു. എൻ്റെ കുറച്ച് മീറ്റിങ്സ് ഉണ്ട്, എല്ലാം പുറത്താം. കൂടുതൽ 1-2 പേരെ മീറ്റ് ചെയ്യണം. താൻ പറഞ്ഞ എൻ്റെ കൂടെ. കോഫി കുടിച്ചുകൊണ്ട് ആൽഫി തൻ്റെ ചെയറിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. ആ ഓക്കെ സാർ. അവളൊന്ന് മൂളിക്കൊണ്ട് തലയാട്ടി. ഇന്നലെ തന്ന ഫയൽസ് എല്ലാം ചെക്ക് ചെയ്തു? ചെയ്തു. ഇവൾക്ക് എന്നോട് ഈ മൂളൽ മാത്രമേ ഉള്ളൂ. വാക്കില്ലവർക്ക് നല്ലപോലെ ചിരിച്ച് വർത്താനം പറയുന്നത് കേൾക്കാലോ. നീയുടെ മൂളൽ കേട്ട് ആൽഫി മനസ്സിലും പറഞ്ഞു. അവൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ കൃഷ്ണകുമാറുമായി ചിരിച്ച് സംസാരിക്കുന്നവളെ കണ്ടിരുന്നു. എന്തോ അവനോട് നീ അങ്ങനെ ഇടപെടുന്നത് കണ്ടപ്പോൾ അവന് തീരെ പിടിച്ചു. ഒന്നാമത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി. കൂട്ടത്തിൽ ഇതും കൂടി ആയപ്പോൾ അവൻ മൊത്തത്തിൽ അസ്വസ്ഥനായിരുന്നു. സാർ. കുറച്ചു നേരമായി മിണ്ടാതെ തന്നെ ഇരിക്കുന്നവനെ നോക്കി നീയെ പതിയെ വിളിച്ചതും അവൻ തലയെന്ന് പോക്കി എന്താണെന്ന് ചോദിച്ചു. അത് സാറിന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് പ്രൈവറ്റ് റൂമിലേക്ക് വെച്ചട്ടെ. ഓൾറെഡി ഇപ്പോൾ സമയം ഒരുപാടായി, അതുകൊണ്ട് കയ്യോടത് കഴിക്കുമോ? അവൾ ചോദിക്കുന്നത് കേട്ടത് ആൽഫി അമ്പരന്ന് പോയി. തനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ താൻ പറയാതെ തന്നെ അവൾ ചെയ്തു തന്നിട്ടുണ്ട്. അവൾ ഇവിടെ എത്തിയ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അത് മനസ്സിലായത്. പക്ഷേ ഇത് അവൻ അതിശയം തോന്നി. ഉള്ളിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞു. സാർ. മറുപടിയില്ലാതെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ ഒന്നുകൂടെ വിളിച്ചു. ആഹാ യെസ് ഓക്കെ. ഒരു കാര്യം ചെയ്യും, താൻ ബ്രേക്ക്ഫാസ്റ്റ് റൂമിലേക്ക് വെച്ചോ. ആൽഫി പറഞ്ഞതും അത് കേൾക്കേണ്ട താമസം നീയെ സന്തോഷത്തോടെ ക്യാബിന് വെളിയിലേക്ക് ഇറങ്ങി തൻ്റെ സീറ്റിൽ നിന്നും അവൾ ചെറിയ ടിഫിൻ ബോക്സ് കയ്യിലെടുത്തു. ഇന്ന് താമസിച്ച് പോയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല. അതിന് റീത്താൻ്റെ വഴക്ക് പറഞ്ഞ് പാക്ക് ചെയ്ത് തന്നതാണ്. ഇച്ചാന് വേണ്ടി കോഫി എടുക്കാൻ കഫ്റ്റേരിയയിലേക്ക് പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫാണ് പറഞ്ഞത് ബോസിൻ്റെ ക്യാബിനിലേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ശിവസാറ് പറഞ്ഞിട്ടുണ്ട്. ഈ ചായ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് കേട്ടതും വിഷമായി. അപ്പോഴാണ് തൻ്റെ കയ്യിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം. മടിയോടെയാണ് അതിൻ്റെ കാര്യം ചോദിച്ചത്. പക്ഷെ സമ്മതം പറഞ്ഞപ്പോൾ ഡബിൾ ഹാപ്പിയായി. അവൾ നിറഞ്ഞ് ചിരിച്ചുകൊണ്ട് ടിഫിനുമായി ആൽഫിയുടെ ക്യാബിനിലേക്ക് പോയി. ഫോണിൽ കൂടി സംസാരിച്ച് പ്രൈവറ്റ് റൂമിലെത്തിയതും ആൽഫിയുടെ മൂക്കിലേക്ക് നല്ല ചിക്കൻ സ്റ്റൂവിൻ്റെ മണം അടിച്ചു കയറി. അവനൊന്നുള്ളിലേക്ക് നോക്കി. നീ ടേബിളിൽ വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് 2 അപ്പം ഇട്ട് അതിലേക്ക് നല്ല ആവി പറക്കുന്ന ചിക്കൻ സ്റ്റൂവും ഒരുക്കുകയും അവൻ ചുണ്ടിൽ വിരിഞ്ഞൊരു ചിരിയാലെ അത് നോക്കുന്നു. നീ അപ്പവും കറിയും കിളമ്പി തിരിഞ്ഞപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്നവരെ കാണുന്നത്. അപ്പോഴേക്കും ആൽഫി അവിടേക്ക് വന്നിരുന്ന് കഴിച്ചു തുടങ്ങി. നീ അത് നോക്കി കുറച്ച് പിറകിലേക്ക് മാറി നിന്നു. അവൾ വിളമ്പി വെച്ചതെല്ലാം ആസ്വദിച്ച് കഴിക്കുന്നവരെ അവൾ കണ്ണെടുക്കാതെ നോക്കിയത്. ഇത് തൻ്റെ വീട്ടിൽ നിന്നാണ്. കഴിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവൻ ചോദിച്ചതും അവളൊന്ന് പതറി. അവൾ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാൽ വഴക്ക് പറയുമെന്ന് അവൾ ഭയം. എന്തായാലും ഇത് ഹോട്ടലിലെയോ നമ്മുടെ കഫ്റ്റേരിയയിലോ അല്ല. അവൻ അവളെ നോക്കി വീണ്ടും ചോദിച്ചു. അപ്പോൾ അവൻ്റെ മുഖത്ത് നല്ലൊരു ചിരിയുണ്ടായിരുന്നു. അത് ഇതെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇന്ന് ഫുൾ ഡേ നമ്മൾ പുറത്തായിരിക്കും എന്നല്ല സാറ് പറഞ്ഞത്. അപ്പോൾ ലഞ്ചൊക്കെ വെളിയിൽ നിന്നായിരിക്കുമല്ലോ. അതാ ഞാൻ ഫുഡ് വെളിയിൽ നിന്ന് എടുക്കാതെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സാറിന് തന്നത്. അവൾ ചെറുതായി ഒന്ന് പതുങ്ങി പറഞ്ഞത് മാൽവി തലയിൽ നാട്ടി വീണ്ടും കഴിച്ചു തുടങ്ങി. നീയുടെ ചുണ്ടിലൊരു ചമ്മയെ ചിരി വിരിഞ്ഞു. അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണെന്ന് അറിഞ്ഞാൽ അവൻ ദേഷ്യപ്പെടുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു. ആൽഫി കഴിച്ചു കഴിഞ്ഞതും അവൾ വേഗം പ്ലേറ്റ് എടുത്ത് അവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഇവ മുറിയിൽ നിന്നിറങ്ങാൻ തുടങ്ങി അവൻ അവളെ വിളിച്ചു. ആ വിളി കേട്ട നീയൊന്ന് ഞെട്ടി അവനെ നോക്കി. നീ കഴിച്ചിട്ടില്ലല്ലോ ഇതുവരെ, അതിൽ ഫുഡ് ഇനിയും ബാക്കിയുണ്ട്. ഇവിടെ നിന്ന് കഴിച്ചിട്ട് തൻ്റെ സീറ്റിലേക്ക് പോയാൽ മതി. ഒരു ചെറു ചിരിയോടെ ശാസ്ത്രീയിൽ അവൻ പറഞ്ഞിട്ട് പോയതും നീയുടെ തല യാന്ത്രികമായി ഒന്ന് ചലിച്ചു. ഇവ ആൽഫി വിളിച്ചത് അവളോട്. ആദ്യമായാണ് മമ്മിക്കപ്പുറം ഒരാൾ തന്നെ ഇവ എന്ന് വിളിക്കുന്നത്. അത് മിച്ചായി. എല്ലാത്തിനും ഉപരി അവൻ്റെ അധികാരത്തോടെയുള്ള ആ പറച്ചിൽ സന്തോഷം കൊണ്ട് നീയുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ ചായനൊന്ന് അടുത്ത് കാണാൻ കൊതിച്ച് തനിക്ക് താൻ ആഗ്രഹിച്ചതിന് സന്തോഷമാണ് ഇപ്പോൾ കിട്ടുന്നത്. അവളുടെ നിറമിഴികൾ നിറഞ്ഞു, മുഖം ചിരിച്ചു. പ്രൈവറ്റ് റൂമിൽ നിന്നിറങ്ങിയ ആൽഫിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. പറയാതെ അറിയാതെ അവൻ്റെ ഉള്ളിൽ ആ പെണ്ണാത്രത്തോളം കയറിയിട്ടുണ്ട് എന്നവൻ ഓരോ നിമിഷവും മനസ്സിലാക്കും.